ലോകത്ത് ഏറെ ആഘോഷമായി നൽകുന്ന ഒരു പദവിയാണ് ലോകസുന്ദരി പട്ടം. സൗന്ദര്യത്തിനൊപ്പം തന്നെ സ്വഭാവം, ബുദ്ധിശക്തി എന്നിങ്ങനെ പല ഘടകങ്ങളും കണക്കിലെടുത്താണ് ലോകസുന്ദരി പട്ടം നൽകി വരാറ്. എന്നാൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്ദരിമാരെ നിശ്ചയിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഗ്രീക്ക് മാത്തമാറ്റിക്സ് പ്രകാരം നമ്മുടെ മുഖത്തെ അവയവങ്ങളുടെ വലിപ്പത്തിനും ഘടനയ്ക്കുമെല്ലാം കൃത്യമായ അളവുകളുണ്ടത്രേ. ഇത് വെച്ചാണ് സുന്ദരിയെ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഈ സയൻസ് വെച്ച് ശാസ്ത്രജ്ഞന്മാർ 2019 ലോകസുന്ദരിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? പ്രശസ്ത പെർഫ്യൂം ബ്രാൻഡായ വിക്ടോറിയ സീക്രട്ടിൻ്റെ മോഡലായ ബെല്ല ഹാഡിഡാണ് ഈ താരം. മുഖത്തിൻ്റെ ആകൃതി, കണ്ണിൻ്റെ ഘടന, കവിളിൻ്റെ ഘടന, ചുണ്ടിൻ്റെ അനുതാപം എന്നിങ്ങനെ പല ഘടകങ്ങളാണ് ബെല്ലയ്ക്ക് തുണയായത്. പോപ്പ് ഗായിക ബിയോൺസ്, നടി ആംബർ ഹേർഡ് എന്നിവരാണ് യഥാക്രമം അന്ന് 2-3 സ്ഥാനത്തെത്തിയത്. ഗ്രീക്ക് ഗണിതശാസ്ത്രത്തിലെ ഗോൾഡൻ റേഷ്യോ ഓഫ് ബ്യൂട്ടി PHI സ്റ്റാൻഡേർഡ്സ് എന്ന നിയമം അനുസരിച്ചാണ് ബെല്ലയ്ക്ക് ഈ അംഗീകാരം ലഭിച്ചത്. ശാസ്ത്രീയ സമവാക്യങ്ങൾ അനുസരിച്ച് മുഖത്തിൻ്റെ അളവുകൾ പരിശോധിക്കുന്ന രീതിയാണിത്. പരമ്പരാഗത ഗ്രീക്ക് സങ്കല്പങ്ങൾ അനുസരിച്ച് സൗന്ദര്യം അളക്കാൻ ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ സമവാക്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 94.35 കൃത്യതയോട് കൂടിയാണ് 23-കാരിയായ ബെല്ല അന്ന് 1-ാം സ്ഥാനത്ത് എത്തിയത്. ലണ്ടനിലെ പ്രമുഖ കോസ്മെറ്റിക് സർജനായ ഡോക്ടർ ജൂലിയൻ ഡി സിൽവയാണ് അന്ന് ലോകസുന്ദരിയെ കണ്ടെത്തിയത്. കവിളിന് ലഭിച്ച 99.7% കൃത്യതയാണ് ബെല്ലയെ മുന്നിലെത്താൻ സഹായിച്ചത്. അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ബെല്ല ജനിച്ചത്. അമ്മയുടെ പാതയിലൂടെ ബെല്ല ചെറുപ്പത്തിലെ മോഡലിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചു. 2014 ന്യൂയോർക്ക് ഫാഷൻ വീക്കിലെ പ്രകടനത്തിലൂടെയാണ് ബെല്ല ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. 2016 പാരീസ് ഫാഷൻ വീക്കിൻ്റെ റാമ്പിലും ബെല്ല തിളങ്ങി. ഇതോടെ വമ്പൻ കമ്പനികളുടെ മോഡലാകാൻ ബെല്ലയ്ക്ക് അവസരം ലഭിച്ചു. സൂപ്പർ മോഡൽ പദവിയിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു അംഗീകാരം കൂടി 2019 ബെല്ലയെ തേടിയെത്തിയത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.